ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നിങ്ങൾ ഇന്ന് എന്നെ ഈ കോലത്തിലാണ് കേട്ടോ കാണുന്നത്. കാരണം ഞാനൊരു മേക്കപ്പ് വീഡിയോ ആണ് കേട്ടോ ഗൈസ് ചെയ്യുന്നത്. അപ്പം മേക്കപ്പ് വീഡിയോ ചെയ്യണതുകൊണ്ട് തന്നെ ഒന്നും ഇട്ടിട്ടില്ല, നോർമലായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ മോയ്സ്ചറൈസറാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് മോയ്സ്ചറൈസർ ഇട്ട് നന്നായിട്ട് മുഖം മോയ്സ്ചറൈസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഞാൻ എൻ്റെ രീതിയിൽ ചെയ്യുന്നതാണ് കേട്ടോ ഈ കാണിക്കുന്നത്. അല്ലാതെ ഭയങ്കര പ്രൊഫഷണൽ ആയിട്ടോ അല്ലെങ്കിൽ ഭയങ്കര എല്ലാവർക്കും പറഞ്ഞു കൊടുക്കാം എന്നുള്ള ഒരു ട്യൂട്ടോറിയൽ പോലെ അതൊന്നുമല്ല ഞാൻ ചെയ്യുന്നത്. ഞാൻ ജസ്റ്റ് എനിക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ എങ്ങനെയാണോ അതാണ് കേട്ടോ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത്. പലർക്കും ഒരുപാട് നല്ല രീതിയിൽ ചെയ്യാൻ അറിയാം, പക്ഷെ ഞാൻ ചെയ്യുന്നത് എൻ്റെ ഒരു രീതിയിലാണ് കേട്ടോ ഗൈസ്. നമുക്ക് ആദ്യം തന്നെ മോയ്സ്ചറൈസർ നന്നായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല രീതിയിൽ മോയ്സ്ചറൈസർ ഇട്ട് നമ്മുടെ മുഖം സെറ്റ് ആക്കണം ഗൈസ്. ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് സൺസ്ക്രീൻ, നമ്മൾ നൈറ്റാണ് പോണത്, സൺസ്ക്രീനിൻ്റെ ആവശ്യമില്ല. പക്ഷെ ഞാൻ മേടിച്ചതല്ലേ പുതിയത് മേടിക്കുമ്പോൾ നമ്മൾ എന്തായാലും യൂസ് ചെയ്യണ്ടേ. അപ്പം ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ കുറച്ച് സൺസ്ക്രീൻ. അപ്പോൾ ഗൈസ്, നമ്മൾ എവിടെ പോയാലും പുറത്തിറങ്ങിയ സൺസ്ക്രീനും മോയ്സ്ചറൈസറും മസ്റ്റായിട്ട് ഇട്ട് നമ്മുടെ മുഖത്തിൻ്റെ നല്ലൊരു പ്രൊട്ടക്ഷൻ എപ്പോഴും കൊടുക്കണം കേട്ടോ ഗൈസ്. അതെന്തായാലും മറക്കാതെ ചെയ്യേണ്ട ഒന്നാണ്. നന്നായിട്ട് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ ഗൈസ്. കയ്യിലും കൂടി സൺസ്ക്രീനും മോയ്സ്ചറൈസറും ഇടണം കേട്ടോ നമ്മൾ എന്തായാലും. അങ്ങനെയാണ് ഇടേണ്ടത്. കഴിഞ്ഞു. പിന്നെ ഈ മുടി കുറച്ചല്ലെങ്കിലും നമുക്ക് ഭയങ്കര ഡിസ്റ്റർബൻസ് ഗൈസ്. അപ്പം ഞാൻ ഇതും കൂടി വെക്കാന്ന് വിചാരിച്ചു. ഇത് വെച്ച് കറക്റ്റ് ഗൈസ്. അപ്പം നമുക്ക് നല്ല അടിപൊളിയായിട്ട് വൃത്തിക്ക് മേക്കപ്പ് ചെയ്യാം. ഇതും കൂടി വെച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് മേക്കപ്പ് ചെയ്യാം. അപ്പം ഞാൻ ഇടയ്ക്ക് അപ്പുറത്തേക്ക് നോക്കുന്നുണ്ട് കേട്ടോ. അത് വേറെ ഒന്നുമല്ല, അവിടെയാണ് മിറർ ഉള്ളത്. അപ്പം ഞാൻ മിറർ ഇടയ്ക്ക് നോക്കുന്നുണ്ട്. പിന്നെ ഈ കുഞ്ഞു മിററും കൂടി ഉണ്ട്, അതും എൻ്റെ കയ്യിൽ നോട്ടെ. കണ്ണൊക്കെ ഏതാ നല്ലത്. ഓക്കെ, ഇനി ഞാൻ നേരെ ഫൗണ്ടേഷനിലേക്കാണ് കേട്ടോ പോകുന്നത്. ഇതൊക്കെ അറിയാലല്ലേ, പ്രത്യേകം ഞാൻ പറയുന്നില്ല ഒന്നും, കാരണം കഴിഞ്ഞ വീഡിയോയിൽ ഇതെല്ലാം ഞാൻ ഇട്ടതാണ്. അപ്പോൾ ഇത്ര ഓണിട്ട് ഇടുന്നത് ഞാൻ കൈവച്ച് തന്നെയാണ് മൊത്തത്തിൽ ബ്ലെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പം ഇതുവരെ. അപ്പം നമുക്ക് കൈവച്ച് തന്നെ ഫുള്ള് ബ്ലെൻഡ് ചെയ്തെടുക്കണം കേട്ടോ ഗൈസ്. നല്ല വൃത്തിക്ക് തന്നെ ചെയ്യണം. ഇത്തിരി കൂടി എടുക്കാം കേട്ടോ, അത് വളരെ കുറഞ്ഞു പോയി. കാരണം നമ്മൾ നൈറ്റല്ലേ, നല്ല വെട്ടവും കാര്യങ്ങളൊക്കെ ഉണ്ടാവണം. അപ്പം നമ്മൾ നല്ല ബ്രൈറ്റായിട്ട് നിൽക്കണമെങ്കിൽ കുറച്ചധികം മേക്കപ്പ് തന്നെ ചെയ്യണം. ഫൗണ്ടേഷൻ ഇട്ട ഉടനെ ഞാൻ ചെയ്യുന്നത് മൊത്തത്തിൽ എല്ലായിടത്തും ഒരേപോലെ ആക്കി ഒന്ന് സെറ്റ് ആക്കോട്ടോ ഗൈസ്. കാരണം അത് നന്നായിട്ട് നമ്മുടെ സ്കിന്നുമായിട്ട് സെറ്റാക്കി വെക്കോട്ടോ. പാടുള്ള സ്ഥലങ്ങളിൽ നമ്മുടെ കൺസീലർ യൂസ് ചെയ്യാം. ഇവിടെ എനിക്കെന്തോ ഭയങ്കര ഒരു കളർ വ്യത്യാസമുണ്ട് ഗൈസ്. കണ്ണിലും അതുപോലെ തന്നെ കണ്ണിൻ്റെ തടത്തിലും. അപ്പോൾ എനിക്ക് ഈ കണ്ണിൻ്റെ സൈഡിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ടാണ് കുറച്ച് കളറ് ഡിഫറൻസ് ഉള്ളത്. അപ്പം ഞാനത് ആദ്യം ഒന്ന് മാറ്റി നമ്മുടെ ഷെയ്ഡിലേക്ക് കൊണ്ടുവരികയാണ് കേട്ടോ ഈ ചെയ്യുന്നത്. മുഖം നല്ല ഏകദേശം സെറ്റായിട്ടുണ്ട് ഗൈസ്. ഞാൻ മുടി കെട്ടി വെച്ചിട്ട്, കാരണം മുടി ഭയങ്കര അലമ്പ്. അപ്പോൾ ഞാൻ മുടി കെട്ടി വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ സൺസ്ക്രീനും അതുപോലെ മോയ്സ്ചറൈസറും ഫൗണ്ടേഷനും കൺസീലറും ഇട്ടിട്ടുണ്ട്. ശരിക്കും ക്യാമറയെ കാണുമ്പോൾ അത്യാവശ്യം നല്ല കളർ നിങ്ങൾക്ക് തോന്നുന്നുണ്ട്, പുട്ടി അടിച്ച പോലത്തെ ഒരു ഫീല് തോന്നുന്നുണ്ട്. പക്ഷെ ആക്ച്വലി അങ്ങനെയല്ല കേട്ടോ, ഒരു നോർമൽ കളറിലാണ് ഞാനിത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബ്ലൂ ഹെവൻ്റെ ഐബ്രോ പെൻസിലാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഐബ്രോ നന്നായിട്ട് ഫില്ല് ചെയ്യണം. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഐബ്രോയിൽ ഈ പ്രാവശ്യം ഞാൻ ഐബ്രോ ചെയ്തപ്പോഴേക്കും ഭയങ്കരമായിട്ട് എൻ്റെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഭയങ്കര തിന്നായിപ്പോയി. എനിക്ക് ആ തിന്ന് ഇഷ്ടമല്ല. എനിക്ക് ആക്ച്വലി നല്ല കട്ടിയായിട്ട് എഴുതുന്നതാണ് ഇഷ്ടം. പക്ഷെ ഈ പ്രാവശ്യം ചെയ്തപ്പോൾ നോക്കിയാൽ ഭയങ്കരമായിട്ട് തിന്നായി പോയിട്ടോ ഗൈസ്. അപ്പം ഞാൻ വിചാരിച്ച് ഇത് നമ്മൾ ഐബ്രോ ഫില്ല് ചെയ്യുമ്പോൾ അത് കറക്റ്റായിട്ട് ഫില്ല് ചെയ്താൽ മതിയെന്ന്. അപ്പോൾ നമുക്കിനി ഐബ്രോ ഫില്ല് ചെയ്യാം. അപ്പം ഞാൻ എപ്പോൾ എവിടെ പുറത്ത് പോയാലും മേക്കപ്പ് ചെയ്യുമ്പോൾ മസ്റ്റായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് കേട്ടോ ഈ ഐബ്രോ ഫില്ലിങ്. ലിപ്സ്റ്റിക്ക് ഇടുന്ന പോലെ മസ്റ്റാണ് ഐബ്രോ ഫില്ലിങ്. അപ്പോൾ എനിക്ക് നല്ല ഐബ്രോസ് ആയിട്ടിരിക്കുമ്പോൾ തന്നെ നമുക്കൊരു പ്രത്യേക ഭംഗിയാണല്ലേ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ഒരു ലുക്ക് ഞാൻ എപ്പോഴും കൊടുക്കും കേട്ടോ എൻ്റെ ഐബ്രോസിന്.
അതുപോലെ തന്നെ നമ്മുടെ ഐബ്രോസ് രണ്ടും സെയിം ആക്കി ഒരേ ലെങ്ത്തിൽ ഒരേ വിട്ടിൽ ചെയ്യുന്നതും അതിനകത്ത് ഫില്ല് ചെയ്യുന്നതും ഒരിത്തിരി ടാസ്ക്കാണ്. അത് നമ്മൾ തന്നെ കറക്റ്റായിട്ട് ചെയ്യണം കേട്ടോ ഗൈസ്. ചെറിയൊരു ഏങ്കോണിപ്പ് ഉണ്ടല്ലേ ഗൈസ്, ഏങ്കോണിപ്പ് വരും. കാരണം ഐബ്രോ ഇപ്രാവശ്യം എടുത്തത് എനിക്കങ്ങനെ ബോധിച്ചില്ല. അപ്പം ഐബ്രോസ് ഫില്ല് ചെയ്ത് കഴിഞ്ഞ് ഇത്ര ഫില്ല് ചെയ്താൽ മതി. നമുക്ക് ഐ ഷാഡോ ഫില്ല് ചെയ്യാം കേട്ടോ ഗൈസ്. അപ്പം ഞാനൊരു റെഡ് ഷെയ്ഡാണ്. ആക്ച്വലി എനിക്ക് ഈ ഷെയ്ഡിൻ്റെ പുറത്ത് വേറൊരു ഗിൽറ്റ് ആയിട്ടുള്ള ഒരു ഷെയ്ഡ് ഇടാനുണ്ടായിരുന്നു. പക്ഷെ ഞാനത് സ്കിപ്പ് ചെയ്തിട്ടാണ് കേട്ടോ കണ്ണ് എഴുതാൻ വേണ്ടി പോണത്. ഞാനത് മറന്നുപോയി ആക്ച്വലി. എന്ത് ചെയ്യാനാ, മറവിയൊക്കെ സ്വാഭാവികമാണല്ലേ ഗൈസ്. കണ്ണെഴുത്ത് പരിപാടിയിലേക്ക് പോവാം. മേക്കപ്പിൽ പിന്നെ ഒരു ടാസ്ക്കായിട്ട് വരുന്നത് ഈ കണ്ണ് രണ്ടും സെയിം ഒരേപോലെ വാലിട്ട് എഴുതുന്നതാണ് കേട്ടോ. എനിക്ക് ഇത്തിരി ടാസ്ക്കാണ്. പിന്നെ ഏകദേശമൊക്കെ എങ്ങനെയൊക്കെയോ ഒപ്പിച്ച് രണ്ടും കൂടി ഏകദേശം ഒരേപോലെയൊക്കെ എഴുതുന്നുണ്ട്. പക്ഷെ എനിക്ക് എപ്പോൾ എഴുതിയാലും പ്രശ്നം വരുന്ന ഒരു സ്ഥലമാണ് കേട്ടോ ഈ രണ്ട് ഐലൈനർ വെച്ച് കണ്ണെഴുതുന്നത്. ഏകദേശം സിമിലർ ആയിട്ടുണ്ട്, ഒരുപാട് സിമിലറൊന്നും ആയിട്ടില്ല. കണ്ണെഴുത്ത് ഏകദേശം കഴിഞ്ഞു. ഇനി കണ്ണിൻ്റെ മുകളിൽ ഞാനൊരു ഷെയ്ഡ് ഇടുന്നുണ്ട് കേട്ടോ ഗൈസ്. ഈ ഒരു ഷെയ്ഡ് കണ്ണിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുക. കാരണം ആദ്യം തന്നെ കണ്ണിൻ്റെ മുകളിൽ ഇടണ്ടായിരുന്നു, പക്ഷെ ഞാൻ മറന്നുപോയി. ഇങ്ങനെ ചില മറവികളൊക്കെ ഉണ്ടാവും കേട്ടോ ഇടക്ക്. നമ്മൾ ചിലപ്പോൾ മസ്കാരയൊക്കെ ഇടാണ്ടൊക്കെ ആയിരിക്കും പോണത്, മറന്നു പോകും മസ്കാര ഇടാനൊക്കെ. ഒരു തട്ടിക്കൂട്ട് മേക്കപ്പാണ് കേട്ടോ ഗൈസ്, വേഗം ചെയ്യാനാണത്. ഓക്കെ, അപ്പം അത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ആ ഒരു സംഭവം ഇല്ല, സംഭവം ഇട്ടെന്ന് തോന്നണില്ലല്ലേ, സിമ്പിളായിട്ടല്ലേ നമ്മൾ ചെയ്യുന്നത്, അതുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നത്. ലാസ്റ്റായിട്ട് കുറച്ച് ലിപ് ബാം ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ റെഡ് ലിപ്സ്റ്റിക് ആണ് കേട്ടോ ഗൈസ് ഇടുന്നത്. കാരണം നമുക്ക് ഇന്നത്തെ പരിപാടി ബ്ലാക്ക് സാരിയാണ് നമ്മൾ ഇടുന്നത്. മേക്കപ്പ് എന്ന് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇടാൻ ഇഷ്ടമുള്ള ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഇതാണ്, നമ്മുടെ ലിപ്സ്റ്റിക് ഉണ്ട്. നമ്മുടെ ലിപ്സ്റ്റിക് ഇടുമ്പോൾ തന്നെ നമ്മുടെ മുഖത്തൊരു ബ്രൈറ്റ്നെസ്സും അതുപോലെ തന്നെ മുഖത്തൊരു എന്തൊക്കെയൊക്കെ സംഭവം നമ്മുടെ മുഖത്തേക്ക് വരും കേട്ടോ. അതുകൊണ്ട് എനിക്ക് ഈ സാധനം ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്. പിന്നെ ഒരു കുഞ്ഞു ഐലൈനർ വെച്ച് തന്നെ കുഞ്ഞൊരു പൊട്ടും കൂടി തൊട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ പൊട്ട് തൊടുമ്പോൾ ആ സാരി എടുക്കുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവും. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ പൊട്ട് കൂടി തൊട്ട് കൊടുക്കുന്നത്. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് പറയണേ നിങ്ങൾ. ഡാർക്ക് ലിപ്സ്റ്റിക് ആണ് കേട്ടോ, റെഡ്. അത് വെച്ച് നമുക്കൊരു ഇതും കൂടി തൊട്ട് കൊടുക്കാം, സിന്ദൂരവും കൂടി ഇട്ട് കൊടുക്കാം. കാരണം നമ്മൾ കല്യാണത്തിന് പോവുകയാണല്ലോ, അപ്പോൾ അവിടെ ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പം ഞാൻ വിചാരിച്ച് ലിപ്സ്റ്റിക്കിൻ്റെ കൂടെ സിന്ദൂരം പോലെ ഒരെണ്ണം കൂടി തൊട്ട് കൊടുക്കാം. ഇനി പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. ഇനി ഡ്രസ്സ് മാറിയിട്ട് വരാം. അതുപോലെ കമ്മലും മാറണം, വേറെ ഒന്നും മാറാനില്ല. കമ്മലും മാറണം, വളയും കൂടി ഇടാനല്ല കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ലാസ്റ്റ് ലുക്ക്. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ ഗൈസ്. ഈ ബ്ലാക്ക് സാരിയും അതുപോലെ മേക്കപ്പ് ഒക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യണം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഗൈസ്. ബൈ ബൈ, ലവ് യു.